എന്താ ചേട്ടമ്പി ഇന്ന് കച്ചവടമില്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. അതേ കേറ്. ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെയായി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാണ് പുള്ളിയിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്. എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ 2ാം വിവാഹത്തിൻ്റെ സദ്യ ഉണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിന്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം. അടുക്കള ചൂരി പറ്റി ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം. പുതിയ ബന്ധത്തില് കുട്ടികളുണ്ടായോ അച്ഛന്? 3 പേര്. അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു. 7ാം വയസ്സിൽ മരിക്കും വരെ അവൾ എനിക്ക് കൂട്ടായിരുന്നു. അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ. എന്താകുമായിരുന്നു അവളുടെ ജീവിതം? പതുക്കെ പഴങ്കഥകളിലെ പോലെ 2ാനമ്മ ഭരണം ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും. പലഹാരം പങ്കുവയ്ക്കുമ്പോഴും ഉടുപ്പും ചായ പെൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു. ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും. അമ്മയുടെ ഷെയറിൽ കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി. പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എനിക്ക് തോന്നി. ഒരു മഞ്ഞത്തുള്ളിയിൽ മഴവിൽ പൂവിടും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല? 2ലൊന്നും അറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി. അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ നിറങ്ങുമ്പോഴാണ് അമ്മയുടെ കത്ത് വരുന്നത്. അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. രോഗിയായി, ത്രോട്ട് ക്യാൻസർ. 2ാനമ്മ ഇറക്കി വിട്ടെന്നോ മൂപ്പർ ഇറങ്ങി പോന്നെന്നോ രണ്ടും പറയാം. താമസിക്കുന്ന വീടിന്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിറ്റ് ചികിത്സിക്കാൻ. സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാനതിന് മുതിരില്ലായിരുന്നു. മരണക്കിടക്കിൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു നിന്നു. എനിക്കറിയാം, റിപ്പൻഡൻസ്. മരിച്ചു ഇല്ലേ? അമ്മ അകന്ന ഒരു ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു. ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്ത അവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു. നടന്നില്ല. എനിക്ക് പിന്നെ ഫ്രീഡമായി, അനാഥത്വത്തിന്റെ സ്വാതന്ത്ര്യം. വളരെ വൈകിയാണെങ്കിലും 2ലൊന്നും അറിയാലോ എന്ന് കരുതി അഭ്യുദയകാംക്ഷികളുടെ നിർബന്ധം സഹിക്കു വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു. ജാതക ഗുണം, ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിന്റെ ആദ്യത്തെ മിസൈല് വീണതും ഒരുമിച്ച്. ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല. പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു? ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ്. കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചന് ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു. ചാക്കോച്ചൻ ഭീകരനാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോവും. പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. ഇനി മേജർ സാറ് പറ, ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? എന്താ ചെയ്യുക? നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. CI വർമ്മ എന്റെ നാട്ടുകാരനാ, അടുത്ത ഫ്രണ്ടും. നമുക്ക് 2ലൊന്നും അറിയാലോ. അയ്യോ, എന്താ ഇത്? അനിമോളെ ഇത് കണ്ടോ? എന്റെ പൊന്നു രാധം, എന്തിനാ ബഹളം വെക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. മേനൻ സേറിട്ട് വരിച്ചില്ലേ ഡോക്ടർ തുടരുതെന്ന് പറഞ്ഞിട്ട്? എടോ രാധമ്മേ, പോട്ടെ, കേസാക്കല്ലേ. ഞാന് എന്തോ ഇരുന്ന് ആലോചിച്ച്. അതിന് മാത്രം എന്താ ഇപ്പൊ ഒരു ടെൻഷൻ? കേക്കട്ടെ. ടെൻഷനൊന്നുമില്ല. ഞാൻ ശിവന്റെ കാര്യം ചിന്തിക്കുകയായിരുന്നു. എന്തോ അറിയാത്തൊരാത്മബന്ധം അവനോട് തോന്നുന്നു. ശരിയാട്ടോ. ആദ്യം കാഴ്ചക്ക് ഇത്തിരി മൊശടനാണെന്ന് തോന്നിയെങ്കിലും കഥയൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ തറവാട്ടിലുള്ള ഏതോ കുട്ടിയാണെന്ന് തോന്നുന്നു. മീനാക്ഷി ഓപ്പുവിന്റെ മോൻ ചന്ദ്രനെ ഓർമ്മ വരുന്നത്. ഒരു ചായയില്ലേ? എനിക്കങ്ങനല്ല തോന്നിയത്. നമ്മുടെ നല്ല പ്രായത്തിലൊരു മകൻ പിറന്നിരുന്നെങ്കിൽ ഇത്രയാവില്ലായിരുന്നോ? എന്താ ഒന്ന് ഇരുണ്ടല്ലപ്പോഴേക്കും? നമ്മുടെ അനിമോളുള്ളപ്പോൾ എന്തിനാടോ ഈ ദുഃഖം? ഒരുപാട് മക്കളുടെ സ്നേഹം അവൾ നമുക്ക് തരുന്നില്ലേ?
കേട്ടിടത്തോളം ആ കഞ്ചാവ് റാക്കറ്റാണ് ഇതിന് പിന്നിലെന്ന് തോന്നുന്നു. ദൊഡ്ഡപ്പേട്ടയുടെ ടോപ്പിലെവിടെയോ അവർക്കൊരു ഡെന്നുണ്ട്. 1-2 വട്ടം സെർച്ച് ചെയ്തിട്ടും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. അന്ന് രാത്രി ശിവന്റെ കാറ് പിന്തുടർന്നത് ഇവിടുത്തെ പോലീസല്ലേ? അല്ല, അത് സെൻട്രൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഞങ്ങളുടെ വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു അറ്റൻഡ് നടത്തിയതായിരുന്നു. എന്താ നിങ്ങളുടെ പരിപാടി? ഇവിടെ തന്നെ കാണുമോ അതോ തിരിച്ചു പോകുന്നോ? വണ്ടിയില്ലാതെ അങ്ങോട്ട് ചെന്നാ ഒക്കൂല സർ. എന്റെ കാറിന്റെ കാര്യം നമുക്ക് അന്വേഷിക്കാം. അതും കൊണ്ട് അവരധിക ദൂരമൊന്നും യാത്ര ചെയ്യാൻ ചാൻസ് ഇല്ല. മിക്കവാറും വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത. ഇത്രയും ദിവസമായിട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലല്ലോ സർ. ഇപ്പോഴല്ലേ കംപ്ലൈന്റ് കിട്ടിയത്. ഇനി ഞങ്ങൾ അന്വേഷിക്കാം. വർമ്മ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, തന്നെ വഴിയൊന്നും കാണുന്നില്ല ഈയിടെ. വരാടോ, ഇവിടെ ഓരോ പ്രോബ്ലംസ്. ശരി ശരി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചാക്കോച്ചനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പഴനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ അവിടെ നിന്നാ സംസാരിക്കുന്നതെന്നാ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരുമെന്നും കൂടെ കാച്ചിട്ടുണ്ട്. സത്യം അയാളോട് തുറന്നു പറയായിരുന്നില്ലേ? ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. വണ്ടി പോയി നിറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അയാൾ പറന്ന് ഇവിടെ എത്തും. പിന്നെ എല്ലാം നിലത്ത് നിർത്തുക. അത് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കാറിന്റെ ഒരു വിവരം കിട്ടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. എന്താണ് രാധമേ? പിന്നല്ലാതെ. ഇതെന്താ സാർ ഈ വാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? അത് മേനന്റെ ഓരോ ഐഡിയാസ്. അതിൽ കോഴികളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. ഞാനല്ല കേട്ടോ, ഒരു ജോലിക്കാരൻ പയ്യനുണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയതാ. പിന്നീട് അവൻ അല്പസ്വല്പം വെട്ടിപ്പ് തുടങ്ങി, കൈയോടെ പിടിച്ചു പറഞ്ഞയച്ചു. ഫാൻ അന്ന് ഒട്ടി കിടപ്പ. തുരുമ്പെടുത്ത് നശിക്കും മുമ്പ് അങ്ങോട്ട് വിൽക്കായിരുന്നു. എന്റെ വിശ്വാസമാണെങ്കിൽ ആ ജോലി ഞാൻ തുടരാം. വെറുതെ ഇവിടെ താമസിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ ആവുമ്പോ എനിക്കൊരു ജോലിയായി. ശിവനൊന്നും പറ്റിയതല്ലത്. മാർക്കറ്റിൽ പോയി എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. അധ്വാനിച്ച് ജീവിക്കണമെന്നല്ലേ ഉള്ളൂ. ഇതൊരു ക്രൈമൊന്നും അല്ലല്ലോ സാർ. എന്താ രാധമേ? ശിവന് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അല്ല, ഞാൻ ആറ്റിറ്റ്യൂഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അനിമോൾ എവിടെ? ഇനി അവളോട് ചോദിച്ചില്ല എന്ന് വേണ്ട. മുറി അടച്ചിരിപ്പാ. എന്തു പറ്റി? ഇന്ന് ഡൽഹിയിൽ നിന്ന് അവളുടെ അമ്മയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പാരന്റ്സ് ഡൽഹിയിലാ. അവൾ എൻ്റെ സഹോദരിയുടെ മോളാ. മകളെന്ന് പറഞ്ഞാ ഇവളൊരുത്തേ ഉള്ളൂ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട സ്നേഹം അവൾ ഞങ്ങൾക്കാ തന്നത്. കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഇവിടെ തോളിലാണ് അവൾ വളർന്നത്. എഴുത്തിലെന്താ വിശേഷിച്ച്? ഞാൻ ചോദിച്ചില്ല. ലെറ്റർ വായിച്ചപ്പോൾ തൊട്ട് കുട്ടിയുടെ മോൻ വാടിയിരിക്കണു. എത്രയും വേഗം തിരിച്ചെത്താനായിരിക്കും. അത് പിന്നെ ഈ ചക്കട വണ്ടി സ്റ്റാർട്ട് ചെയ്താ പിന്നെ പിയാനോ നോട്ട് കേൾക്കൂ. എന്താ കളിയാക്കുക? അയ്യോ അല്ല, കാര്യായിട്ടാ. കുന്തം, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, ശരിക്കും വരട്ടെ. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവത്തിന്റെ പുറത്തോട്ട് ചൊരിയുക. അപ്പൊ കുറച്ച് റിലീഫ് കിട്ടും. അല്ലാതെ ടെൻഷൻ ഉള്ളി ഒതുക്കി വെച്ചാ പാവ ഹൃദയം ബുദ്ധിമുട്ടി പോകും. എന്ത് ടെൻഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തോ എഴുത്ത് വന്നെന്നോ പോകാനിട്ടവല്ലെന്നോ എന്നൊക്കെ ഞാനും കേട്ടു. ആയിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്. അപ്പൊ ലൈനില്ല. പോടാ അവിടുന്ന്, പിള്ളേർ കൊള്ളാവല്ലോ. പോടാ. കുട്ടികൾ തിരിച്ചുപോയി. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. എന്ത് പറ്റി? നല്ല മൂഡിലല്ലോ. അത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ലീവ് മീ അലോൺ. ഏയ്, അത് ശരിയല്ലല്ലോ. തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന്. അതിനെ മറികടക്കാൻ പല വഴികളുണ്ട്. അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും. പ്ലീസ്, നിങ്ങൾ നിർത്താമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ജീവിതത്തിന്റെ നിരർത്ഥകത. എനിക്ക് വയ്യ. എന്തേ? ശരി, അങ്ങോട്ട് കടക്കുന്നില്ല. പറയൂ, എന്താണ് അനിതയുടെ പ്രോബ്ലം? എവിടെയാണ് പിഴച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ഗുണം? പരിഹാരം ഒന്നും നിർദ്ദേശിക്കാനുണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും. കാരണം ഒരുപാട് ജീവിതം കണ്ടു പോന്നവനാണ് ഞാൻ. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ.
അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി, പേരിന്റെ കൂടെ IAS എന്ന 3 അക്ഷരം. അമ്മ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കേൾക്കുമ്പോ എന്താ തികഞ്ഞ യോഗ്യന്മാര്, പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ. എന്താണെന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ കളിപ്പാട്ടങ്ങളും. അതുതന്നെയാണ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അരുൺ നായർ. എന്താ അയാൾക്കൊരു കുറവ്? എഡ്യൂക്കേറ്റഡ് അല്ലേ, ഗുഡ് ലുക്കിംഗ് അല്ലേ? എല്ലാറ്റിലും കൂടുതൽ. ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം? എ ബോയ് ഓഫ് ഹിസ് ഏജ്? But I don't like him. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എൻഗേജ്മെന്റ് റിംഗ് എന്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണ്ണമോതിരത്തിന്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം. താൻ എന്നെ വല്ലാതെ വിഡ്ഢിയാക്കുന്നുണ്ട്. മാരേജിന് മുമ്പ് ആ എക്സ്റ്റെൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് തരില്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ, ബിഹേവ് യുവർ സെൽഫ്. വാശി കയറ്റുക, അരുണിനെ വാശി കയറ്റുക. അനിത, ജസ്റ്റ് ഒരു ജോക്ക്. ഞാൻ തന്നെ കാണാൻ വന്നതാ. അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്കാവില്ല. ഷട്ടപ്പ്. എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ്. നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം. ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവനെന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി. കുസൃതി? ആ കുസൃതി നാളെ അയാളെ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ്? എടി എടി നിന്റെ നാക്ക് ഞാൻ. പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. വീട് വിട്ടോടി. ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു. ഒരിടമുണ്ടെന്നറിയായിരുന്നു. ഓർമ്മ വെച്ചപ്പോ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആന്റിയും. അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ആ ലക്ഷ്മി, വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും. ഞാൻ ഉണ്ടാവില്ല. അതിനെന്താ, എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നുപോയാൽ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിലെത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ. കിന്നാരം പറയാണ്ട് വേമ്പ് പാൽ കൊണ്ട് കൊടുക്കാൻ നോക്കാം. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞേ. എടാ ചെറുക്കൻ, നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെയാ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാതല്ലടി, മഞ്ഞക്കാരൊരു താലിയും കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. ഓടാ വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്താളോ അത്യാവശ്യം വേണ്ടത്. முத்து காதல் அப்படிதான்டா. பொம்பளை மனுஷன் நம்ப கூடாது. അങ്ങനെയൊന്നുമില്ല. ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടം. ஆமா ஆமா. யாருது? அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? ആ അങ്ങനെ ചില ചുറ്റുക്കളിയൊക്കെ ആയിട്ട് ഇവിടെ കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள்.
അല്ല എന്താ ഇത്? ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി? നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരവ് പാർട്ടിയാന്ന്. എടി കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ കോഴി? അയ്യാ അമ്മ വാങ്ങ വാങ്ങ അയ്യാ വാങ്ങ യാ കോഴി കിലോ 35 രൂപതാ. വാങ്ങ യാ കോഴി വാങ്ങ വാങ്ങ കോഴി. അയ്യാ കോഴി വാങ്ങലിയാ சார்? கோழி வாங்கலையா? என்ன விலை கிலோ? 35 ரூபா தான். 35 ரூபா 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? கோழி வாங்குறீங்க? ஒரு கோழி கொடுமா. ஐயா ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்ல போடுமா. காப்பியா காப்பியா சுடு காப்பியா காப்பியா காப்பியா. என்ன சார் கை நீட்ட மட்டும் லட்சணமே இல்லையே. இல்ல இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழി அப்பதான் கூட்டம் வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാ മതി. അറുപോണ്ടേ എന്റെ കച്ചവടം നേരത്തെ തീരും. എന്നാ കെട്ടിപ്പൂട്ടി പോടി. ഒഴികെ என்ன ഊത്തിടാ. அதுவா கோழி என்னம்மா? வாங்க கோழி 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 கிலோ 35 ரூபா கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ? ഒരു കോഴിയെ പറ്റും. പക്ഷെ മേജർ സാഹൻ നമ്മുടെ ആ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളും. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാ കാര്യം. ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നവരാ മേജർ സാറാ. സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചു പൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. என்னம்மா இது கூட பிடிச்சிக்கோ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. போதும், எல்லாம் சொன்ன மாதிரி செஞ்சா ஒரு கிளாஸ் கூட தரேன். കാശും തരണം. ഓ തരാം. കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய், ஒரு ஸ்மால் கிடைச்சா இந்த கிழவி சொந்தம் பந்தம் பார்க்காது. நீங்க பாருங்க. നിർത്ത. എന്താ മുത്തിയമ്മേ, ഇന്ന് കാലത്തന്നെ പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുക വരട്ടുമൊക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി? ദീനം വന്ന് ചത്ത കോഴിയാണോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത്? ഞാൻ വിറ്റതോ? നിനക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ, ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ടു പോകരുത്, രോഗം പിടിക്കും. മുത്തിയമ്മേ, വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കില്ല കേട്ടോ. இந்தாம்மா கோழி இப்படி பணத்தடு. முதல்ல பணத்தை கொடுமா. പോയി சொல்லுது. അല്ലല്ല, ഞാൻ പറഞ്ഞത് നേരാ. നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകല്ലേ, രോഗം പിടിക്കും. അയ്യോ മുത്തിയമ്മേ, എന്താ ഇത്? இந்தாம்மா பணத்தை எடுத்து கொடுமா. பணத்தை எடுத்து கொடு. இல்லங்க. விடு பணத்தை. பணத்தை எடுத்து கொடு. കോഴി വാങ്ങ വാങ്ങ, നല്ല കോഴി, നല്ല ഇറച്ചി കോഴി. கோழி என்ன விலை? വിലയെല്ലാം കമ്മിതാ. കിലോ 30 രൂപ. 30 ரூபாயா? அந்த அம்மா 35 ரூபா சொல்லுது. அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க. நான் அப்படிப்பட்ட ஆள் அல்ல. எனக்கு 2 கோழி வாங்க, கொடுக்கறேன். இருங்க 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 இருங்கயா. கொடுங்க. ஒரு கிலோ போதுங்க. என்ன கொஞ்சம் அனுப்பிச்சிருப்பா. சீக்கிரம் சார். நல்ல கோழியை பார்த்து போடுப்பா. பாருங்கம்மா, இதெல்லாம் இந்த ஊர் கோழியே இல்ல, வெளியூர்ல இருந்து கொண்டு வந்திருக்காங்க. நமக்கு போடுங்க சார். വൈകുന്നേരം ഈ പ്രദേശത്തൊന്നും കണ്ടതില്ല. ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി. ഇന്ന് കച്ചവടം തകർത്ത് കളഞ്ഞല്ലോ. ഒരു വാശി ഉണ്ടായിരുന്നു.
ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ ഒരു ഇത് കയറുന്നേ. അപ്പോ രണ്ടിലും നിറഞ്ഞിട്ടേ മാറൂന്ന് കരുതിയല്ലേ? എന്തായി, അമ്മയ്ക്ക് എഴുതിയോ അതോ? എഴുതി. ശിവൻ പറഞ്ഞുകൊണ്ട് മാത്രം. അച്ഛനും അമ്മയുമായിട്ടൊക്കെ വഴക്കിടാം, പിണങ്ങാം, പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്. ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ദിവസവും കലങ്ങി തെളിയും. അതെ, ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു.